നമസ്കാരം. ചിലർ എന്നെ വിളിച്ച് പറയുന്നത് എന്റെ മെസ്സേജുകൾ ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ എല്ലാം മനസ്സിലായി എന്ന് തോന്നും. പക്ഷെ പിന്നീട് ഇത് കേൾക്കുമ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. വീണ്ടും കേൾക്കുമ്പോൾ പിന്നെയും ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഇങ്ങനെ അനുഭവങ്ങളുള്ള പലരും ഉണ്ട്. എന്നാൽ ചിലർ പറയും ഇത് കേട്ട് തുടങ്ങുമ്പോൾ തന്നെ കണ്ണൊക്കെ തുറന്നിരിക്കുന്നു, ശ്രദ്ധിച്ചിരിക്കുന്നു, പക്ഷെ എന്തോ ഒരു ബ്ലാങ്ക് പോലെ ഒന്നും അങ്ങോട്ട് തലയിലോട്ട് കയറുന്നില്ല. വേറെ വേറെ ചിന്തകൾ ഇങ്ങനെ ഭയങ്കരമായി ഓടി ഓടി മൊത്തം ഈ കാര്യം കേൾക്കാൻ പറ്റുന്നില്ല, ബ്ലാങ്കായി പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു അനുഭവം വരുന്നത്? ഇത് ചിലർ പറയും കേട്ട് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകുന്നുണ്ട്, മനസ്സ് ഔട്ടായി പോകുന്നുണ്ട്. ചിലർ പറയുന്നത് കേട്ട് തുടങ്ങുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു കാര്യം കേട്ട് അത് ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതുമായി ബന്ധിപ്പിച്ച് ചിന്തകൾ ഇങ്ങനെ വേറെ മാറിപ്പൊയ്ക്കൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാക്കി എന്താണ് ഞാൻ പറയുന്നതെന്ന് അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റൂല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്തെങ്കിലും കേട്ട് തുടങ്ങുമ്പോൾ ഏതെങ്കിലും കാര്യം നമുക്കത് സ്ട്രൈക്ക് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണല്ലേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിൽ ഞാൻ അന്ന് ഇങ്ങനെ ചെയ്തത്, അയ്യോ അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ശരിയായില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ എന്റെ മക്കള് ഇങ്ങനെ നമ്മുടെ ചിന്ത മാറുമ്പോൾ ഞാൻ ഈ ബാക്കി ഇതിനെക്കുറിച്ച് പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കയറൂല. ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെയാണ് ഈ നമ്മളിലുള്ള ചില നെഗറ്റീവ് ശക്തികളുടെ പ്രവൃത്തികൾ നടക്കുന്നത്. ഇത് നിങ്ങൾ തിരിച്ചറിയണം. ഇപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഓരോ പ്രാവശ്യം കേൾക്കുമ്പോൾ പുതിയത് കേൾക്കുന്നു എന്ന് പറഞ്ഞത് നോർമലാണ്. അങ്ങനെ ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും അതിൻ്റെ അകത്തുനിന്ന് പുതിയത് കിട്ടും. പക്ഷെ ചിലരിത് കേട്ടിട്ട് എന്നോട് സംശയം ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഓക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതുമായിട്ട് ബാക്കി ഇതിന്റെ തുടർച്ച ബാക്കി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതവർ കേൾക്കാതെ അത് അങ്ങനെ പറഞ്ഞപ്പോൾ അതെങ്ങനെ സാറേ അത് ഇതെങ്ങനെ ശരിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയും നിങ്ങൾ ആ മെസ്സേജ് ഒന്നുകൂടെ കേട്ട് നോക്ക് എന്ന് പറയുമ്പോൾ പിന്നെ ചോദ്യം വന്നിട്ടില്ല. അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ പറയുന്ന ഈ കാര്യങ്ങള് ഇപ്പൊ സാധാരണ നമ്മൾ യൂട്യൂബിലെ കാണുന്ന ചില ഗുരുക്കന്മാര് അവര് അറിവ് എവിടെന്നെങ്കിലും പഠിച്ച് മനസ്സിലാക്കിയും വെച്ചിട്ട് പറയുന്ന ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അപ്പൊ ഇതിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവിന് ഇതൊരു പ്രശ്നമേ അല്ല. കാരണം ഇതെല്ലാരും പറയുന്നു, എവരും പറയുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ ഈ പറയുന്നത് എന്റെ അനുഭവങ്ങളിലൂടെ എനിക്ക് ദൈവം നേരിട്ട് പറഞ്ഞു തരികയും അതിനുശേഷം അനുഭവത്തിലൂടെ ഞാൻ പഠിച്ച കാര്യങ്ങളും ആയതുകൊണ്ട് നിങ്ങളുടെ ആത്മാവിന് ഇത് നല്ലോണം അറിയാം. ഈ വ്യക്തിയുടെ ആത്മാവ് എന്താണെന്നും പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ടെന്നും വ്യക്തമായി നിങ്ങളുടെ ആത്മാവിന് അറിയാം. അപ്പൊ എന്റെ ഈ കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിച്ച് മനസ്സിലാക്കുമോ അത്രത്തോളം നിങ്ങളുടെ ആത്മാവിന് വളർച്ച വന്നിരിക്കും. ഇത് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ അറിയുന്നത് എന്താണ്? ഇത് കേട്ടതിന് ശേഷം എന്റെ സ്വഭാവം താനെ മാറുന്നു. നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഇടപെടുന്നതിലൊക്കെ വ്യത്യാസങ്ങൾ താനെ വരുന്നു, താനെ മാറുന്നു. പണ്ടത്തെ താല്പര്യം പലതിനോടും ഇല്ല, പുതിയ താല്പര്യങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ മാറ്റം. ഇതെന്തുകൊണ്ട് ഇങ്ങനെ മാറുന്നു എന്ന് വെച്ചാൽ നിങ്ങളുടെ ആത്മാവ് ഞാൻ പറയുന്നത് ഗ്രഹിച്ചിട്ട് പെട്ടെന്ന് അത് നിങ്ങൾക്ക് നിങ്ങളുടെ തലച്ചോറിലേക്ക് ഇതാണ് ശരി, അല്ലെങ്കിൽ ഇങ്ങനെ വേണം ചെയ്യേണ്ടത് എന്നൊരു ഇൻഫർമേഷൻ തരുന്നതാണ്. ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ തലച്ചോറിൽ തരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പിന്നത്തെ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത ശരികൾ തെറ്റുകളൊക്കെ മാറിയും തിരിഞ്ഞും വരുന്നത്. കാരണം നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് എന്ത് കിട്ടുന്നു അതാണ് നിങ്ങൾ അതേ ചെയ്യൂ. അപ്പൊ നമ്മുടെ ആത്മാവ് ഇങ്ങനെ ഗ്രഹിച്ചെടുത്ത് മാറ്റം വരുന്നു എന്നുള്ളത് നമ്മളിലുള്ള നമ്മളെ നെഗറ്റീവിലേക്ക് വഴിതെറ്റിക്കാനിരിക്കുന്ന ഒരുപാട് നെഗറ്റീവ് ശക്തികൾ നമ്മളിലുണ്ട്. ആത്മീയമായിട്ട് വളരാൻ സമ്മതിക്കാതെയും ദൈവത്തോട് അടുക്കാൻ സമ്മതിക്കാതെയൊക്കെ ഇരിക്കുന്ന പല നെഗറ്റീവ്സ് നമ്മളിലുണ്ട്. ഇവരാണ് ഈ സാഹചര്യങ്ങൾ ഒരിക്കലും നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരും ഇത് കേൾക്കുകയാണ്. നമ്മളിലൂടെ എന്റെ മെസ്സേജുകൾ അവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ മാക്സിമം ഇതിനെ ഡിസ്ട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ മാറ്റിക്കളയാനായിട്ട് ശ്രമിക്കുന്നതാണ്. ചിലർക്ക് ഉറക്കം വരുന്നത്, ചിലർക്ക് കണ്ണൊക്കെ തുറന്നിരിക്കും, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, പക്ഷെ മൊത്തം ഒരു ബ്ലാങ്ക്നെസ് ഫീൽ ചെയ്യും. അതായത് ഒന്നും അങ്ങോട്ട് തലയിലോട്ട് കയറുന്നില്ല, എന്തൊക്കെ കേൾക്കുന്നു ഒന്നും മനസ്സിലാകുന്നില്ല, അങ്ങ് ബ്ലാങ്ക് ആയി പോകും. ചിലർക്ക് ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ ചിന്തകൾ വന്നിട്ട് വേറെ എന്തൊക്കെ ആലോചിച്ച് ഭാവനയിലോട്ടൊക്കെ പോയി ഡീവീറ്റ് ചെയ്ത് മാറിപ്പോകും ഈ വിഷയത്തിൽ നിന്ന്. അപ്പൊ ഞാനെന്ത് പറയുന്നു എന്നുള്ളത് കേൾക്കാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പല അവസ്ഥകൾ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട്. അവിടെ നിങ്ങൾ ആത്മീയമായി വളരാൻ തുടങ്ങി, അല്ലെങ്കിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ നെഗറ്റീവ് ശക്തികൾ നിങ്ങളുടെ തലയിൽ ഇങ്ങനെയൊക്കെ ചില അനുഭവങ്ങൾ തന്ന് ഇതിനെ മാറ്റിക്കളയുന്നത്. അത് നല്ലൊരു അനുഭവമാണ്, ഒരു വശത്ത് ഒരു തെളിവാണ്. കാരണം ഫലം വരുന്നു എന്നതിന്റെ തെളിവാണ്. യാതൊരു ഫലവും വരുന്നില്ലെങ്കിൽ ഇതിലൊന്നും നമുക്ക് യാതൊരു തടസ്സവും വരില്ല. കേട്ടോണ്ടിരിക്കും, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, കൊള്ളാം എന്നൊക്കെ കേട്ട് അങ്ങ് പോവും. പക്ഷെ
ഫലം വന്നു തുടങ്ങിയാൽ, നിങ്ങളിൽ അത് വ്യത്യാസം വന്നു തുടങ്ങിയാൽ, ആത്മാവ് വളർന്നു തുടങ്ങിയാൽ നെഗറ്റീവ്സ് മാക്സിമം ഇതിനെ കേൾക്കാത്ത രീതിയിൽ ബ്ലാങ്ക് ആക്കി കളയുകയോ എന്തെങ്കിലും ചെയ്തു കളയും. ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുന്നതെന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ അനുഭവമുള്ളവർ തോറ്റു കൊടുക്കരുത്. ആ മെസ്സേജുകൾ എവിടെയൊക്കെയാണോ ബ്ലാങ്കായി പോകുന്നത് അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ആ ഭാഗത്താണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഉള്ളത്. തുടക്കം മുതലേ ബ്ലാങ്കായി പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉറങ്ങി പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, ആ മെസ്സേജ് മൊത്തം നിങ്ങൾക്ക് വേണ്ടിയ പ്രധാന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെതായ വ്യത്യാസം വരും. നിങ്ങളിലുള്ള നെഗറ്റീവ് അവിടെ ഒതുങ്ങും, അല്ലെങ്കിൽ പുറത്തു പോകേണ്ടി വരും. അപ്പൊ അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഇവർക്ക് തോറ്റതരാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇവർ മാക്സിമം നിങ്ങളെ തലച്ചോറിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോട്ട് ഇത് വരാതെ ഇങ്ങനെ മാറ്റിക്കളയുന്നത് എന്ന് മനസ്സിലാക്കണം. ചില മെസ്സേജ് കേൾക്കുമ്പോൾ യാതൊരു ഇതുമില്ല, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, മനസ്സിലായി നല്ല ഹാപ്പി ആണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, ആ മെസ്സേജിലൂടെ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളുള്ള സാധനം ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ബ്ലാങ്ക് ആക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ബ്ലാങ്ക് ആക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതീവ സൂക്ഷ്മതയോടെ മനസ്സിലാക്കണം, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമോ നിങ്ങൾക്ക് ഒരു വലിയൊരു മാറ്റത്തിനോ ഉള്ള എന്തൊക്കെയോ ആ മെസ്സേജിലുണ്ട് എന്ന് സീരിയസ് ആയിട്ട് തിരിച്ചറിയുക. അപ്പൊ ഈ അറിവ് കിട്ടാനേ ഈ നെഗറ്റീവ്സ് തടസ്സപ്പെടുത്തും. അതാണ് ഈ ഉറങ്ങിപ്പോണതും ഈ ബ്ലാങ്ക് ആയി പോണതും. അപ്പൊ ഇതൊക്കെ മറികടന്ന് നമ്മൾ ഈ അറിവ് ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അറിവ് ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി അറിവ് 100% ശരി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആ മേഖലയിൽ ജ്ഞാനം ആവുന്നത്, അല്ലെ ജ്ഞാനിയാകുന്നത്. എങ്ങനെ ജ്ഞാനിയാകും? ആ കിട്ടിയ അറിവ് ഇങ്ങനെയാണ്, ഇത് തന്നെയാണ് ശരിയെന്ന് ചില അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴേ അത് ബോധ്യപ്പെടുള്ളൂ. അപ്പോ എന്റെ മെസ്സേജ് കേൾക്കുന്ന പലരും പല കാര്യങ്ങളും കേട്ടിട്ട് വീണ്ടും അത് ശരിയാണോ തെറ്റാണോ എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആത്മാവിന് സംശയമുണ്ട്. അങ്ങനെയുള്ളവർ ഒന്നും വേണ്ട, ബാക്കി കാര്യങ്ങളെ കേൾക്കുക, മുന്നോട്ട് പോവുക. ചില ദിവസങ്ങൾക്കുള്ളിൽ ഈ കേട്ട കാര്യത്തിലൂടെ അല്ലെങ്കിൽ അതിൽ ചില അനുഭവങ്ങളിലൂടെ ഈ കേട്ടതാണ് ശരി എന്ന് ദൈവം തന്നെ അല്ലെങ്കിൽ മറ്റ് അദൃശ്യ ശക്തികളിലൂടെ സാഹചര്യത്തിലൂടെ നമ്മളെ അത് പഠിപ്പിക്കും. അപ്പോൾ അതിനായി കാത്തിരിക്കുക. ഇതല്ലാതെ വേറെ വഴിയില്ല. ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ പലരും വിളിച്ച് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഇപ്പൊ എന്റെ ഈ മെസ്സേജ് അല്ലെ എന്റെ ഈ കാര്യങ്ങളെ കേട്ടു, പക്ഷെ കേട്ടതിലൂടെ അവർ ഉദ്ദേശിക്കുന്ന പോലുള്ള അനുഭവങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. അത് എന്താണ് അതിന്റെ തടസ്സം? നെഗറ്റീവ് തടസ്സപ്പെടുത്തുന്നതാണോ എന്നൊക്കെ പലരും ചോദിക്കുമ്പോൾ ഇതും അതിന്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങളൊക്കെ ഇതിന്റെ അകത്തുണ്ട്. പല പല കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാം കൂടെ ഒരു മെസ്സേജിൽ വിടാൻ പറ്റാത്തതാണ് ഓരോ രീതികൾ പറഞ്ഞു വരുന്നത്. ഇത് നമ്മുടെ അനുഭവങ്ങളും കാര്യങ്ങളും കിട്ടുന്നതിന് തടസ്സമായി നിൽക്കുന്നതിന്റെ ഒരു കാര്യം, ആത്മാവ് 100% ഇത് ഉറപ്പിച്ചിട്ടില്ല. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് ജീവിക്കുക. ചില സാഹചര്യങ്ങൾ വരുമ്പോൾ എന്താണ് ശരി തെറ്റ് എന്നത് ആത്മാവിനെ പഠിപ്പിക്കും. ആ പഠിക്കുന്ന സമയത്ത് ഓർമ്മയിൽ വരാനാണ്. അതായത് ആ സമയത്ത് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വരുന്നത്, ഈ സാഹചര്യത്തിൽ ശരിക്കും ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിൽ നിൽക്കാതിരിക്കാനാണ് മാക്സിമം മെസ്സേജ് കേട്ട് മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ കേൾക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോവുകയോ ബ്ലാങ്കായി പോവുകയോ ചെയ്താൽ പിന്നീട് ആ സിറ്റുവേഷനിലേക്ക് വരാനോ ആ സിറ്റുവേഷനിലൂടെ കേട്ട കാര്യം ശരിയെന്ന് പഠിപ്പിക്കാനോ ദൈവത്തിന് മറ്റു ശക്തികൾക്ക് കഴിയൂല. കാരണം നിങ്ങളുടെ മനസ്സിൽ അത് മനസ്സിലായിട്ടില്ല. അപ്പൊ മാക്സിമം കേട്ട് മനസ്സിലാക്കിയാലേ പിന്നീട് വരുന്ന സാഹചര്യത്തിലൂടെ ഇത് 100% ഇതാണ് സത്യമെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, മാക്സിമം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ.